ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ ഒന്ന് കേട്ടാലോ? പത്തരമാറ്റിൻ്റെ കഥയിൽ നമ്മുടെ അനി മിസ്സിംഗ് ആണ്. എന്തായാലും ഇപ്രാവശ്യത്തെ ഏഷ്യാനെറ്റ് ചാനലുകളിൽ 3 മിസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ അനി മിസ്സിംഗ് ആണ്, ടീച്ചറമ്മ മിസ്സിംഗ് ആണ്, ചെമ്പന്നൂർ പൂവിലെ രേവതി മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ അനിയുടെ മിസ്സിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ അനിയനെ കാണാമല്ലോ. അപ്പോൾ അനിയുടെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കും. ജാനകി അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ അജയൻ പറയുന്നുണ്ട് അവൻ ബിസിനസ്സിൻ്റെ ടൂറിന് വേണ്ടിയിട്ട് ടൂറായിട്ട് എങ്ങടെയും പോയതാവും എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അച്ഛനോട് പറയണ്ട, അല്ലെങ്കിൽ ആദർശനോടെങ്കിലും പറയണ്ടല്ലേ, ഇതിപ്പോൾ ഞാൻ ആരോടും പറയാതെ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ പറഞ്ഞിട്ട് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടായിരിക്കാം. നീ എന്തിനാ വെറുതെ നീ വിഷമിക്കാതിരിക്കുക എന്നങ്ങനെ പറയണ്ട. അല്ല, സാധാരണ അവൻ ഇടയ്ക്കൊന്ന് വിളിക്കുന്നതാണ്, എന്നെ വിളിക്കാറേ ഇല്ല, ആരെയും വിളിക്കാറില്ല അവൻ, എന്നാൽ ഇത്ര നേരമായിട്ടൊന്ന് കാണാഞ്ഞിട്ട് വിളിച്ചതാണ് പറയും. അജിയേട്ടനോടെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നില്ല, എങ്ങനെ ഇപ്പോൾ ബിസിനസ് ടൂറിന് പോവുകയാണെങ്കിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിലും അവന് ആകെ ഇപ്പോൾ തന്നെ അവൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകി പറയാണ്, ഒരു പക്ഷെ അവളെ പിന്നാലെ എങ്ങാനും ഉണ്ടാവും, ആ നന്ദുവിൻ്റെ പിന്നാലെ എങ്ങാനും പോയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, നന്ദുവിൻ്റെ പിന്നാലെ പോയി എന്നൊക്കെ പറയുന്നത്, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. ഇതൊക്കെ കേട്ട് അനാമിക നിൽക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയണോ, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, ചിലപ്പോൾ നന്ദുവിൻ്റെ അവളെ പിന്നാലെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിലോ, അവളെ ടൂർ അടിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവളങ്ങോട്ട് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ പറയും, ഇതിനൊക്കെ കാരണക്കാരി നിൻ്റെ മരുമകളാണ്, അവളാണ് അവനെ അവനെ ഒട്ടും സ്നേഹിക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും, അവനെ എങ്ങനെ സ്നേഹിക്കുന്നത്, അവൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കല്ലേ, പിന്നെ അവളെങ്ങനെയാണ് അവനെ സ്നേഹിക്കുന്നത് അറിയാം. അപ്പോൾ നീ പറയുന്നത് ശരിയല്ല ജാനകി, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ല. അനിയിപ്പോൾ നന്ദുവിൻ്റെ പിറകെ നടക്കണമെങ്കിൽ അവളും കണ്ട ആളുകളുടെ പിന്നാലെ നടക്കല്ലേ, എനിക്കെന്നെ അത് കണ്ടിട്ട് ലജ്ജ തോന്നുകയാണ്, എനിക്ക് നാണക്കേടാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി മകനെ കുറ്റം പറയും. അപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ആ ഭർത്താവ് ഒരു പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് പറയുമ്പോൾ ഉടനെ ഭാര്യ വേറൊരുത്തിൻ്റെ കൂടെ പോവുകയാണോ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരെല്ലാവരും അവൾ ഇങ്ങനെയെങ്കിലും അവനെ സ്നേഹത്തിൽ കൂട്ടിക്കൊണ്ടുവരാനല്ലേ ശ്രമിക്കുക, ഇവളെന്താ ഇവിടെ കാണിക്കുന്നത്, അവളാണ് അവൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല, നീയും നിൻ്റെ മരുമകളും കൂടെ തന്നെയാണ് വല്ലാതെ അവനെ മാനസികമായിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടാണ് എൻ്റെ മോൻ പോയതെന്നൊക്കെ അജയ് ഇങ്ങനെ പറയുന്നു സങ്കടപ്പെട്ടിട്ട്. അതിൽ പറയും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവന് കിട്ടുമെന്ന് തന്നെ സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ജാനകിയൊന്നും മിണ്ടുന്നില്ല, കാരണം അനങ്ങിയ കുറ്റം നന്ദുവിനാണല്ലോ. അപ്പോഴേക്ക് നമ്മളെ നന്ദു സ്റ്റേഷനിൽ അങ്ങോട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ SI ഉണ്ടാവും അവിടെ. അപ്പോൾ അയാളോട് പോയിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയിരിക്കുമ്പോൾ, ഇല്ല മാഡം ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഞാൻ ഇന്നലെ അത്രയും ദേഷ്യം വന്നിട്ടാണ് അങ്ങനെ സംസാരിച്ചത്, എവിടെ പോയി വളരെ മനസ്സിനധികം കട്ടിയില്ലാത്ത ആളാണ്, അപ്പോൾ ഇങ്ങനെ പിറകെ നടക്കുന്നതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ്. എന്തായാലും സൈബർ സെല്ലിൽ നിന്ന് വല്ല വിവരം വന്നിരിക്കുമ്പോൾ, ഇല്ല സൈബർ സെല്ലിലും ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് അവൾ ജീപ്പിൽ കയറി പോകുമ്പോൾ കാണാം വേണു സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. വേണു നോക്കുമ്പോൾ അവൾ ജീപ്പിൽ കയറിപ്പോയി. അപ്പോൾ വേഗം മകളെ വിളിച്ച് പറയണേ, ഇവിടെ നന്ദു ഉണ്ട്, അവൻ്റെ കൂടെ ഒന്നും പോയിട്ടില്ല, അവൾ ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് കണ്ടു, അവനൊറ്റയ്ക്കാണ് ഇറങ്ങാൻ പോയത് എന്ന് പറയും. എനിക്കത് അറിഞ്ഞാൽ മതി എന്നറിയണേ. അനാമികയുടെ ഫോണിലേക്കാണ് വിളിച്ച് പറയുന്നത് വേണു. അപ്പോൾ അനാമിക പറയാം, എനിക്കത് അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അവൻ എവിടെ പോയതെന്ന് അന്വേഷിക്കണ്ടേ, അവളെ കൂടെ അല്ലെങ്കിൽ അവൻ ആരെ കൂടെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല, അവനി എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവട്ടെ, എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നറിയും. അപ്പോൾ പറയാം, അവൻ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ വിധവ എന്നുള്ളതിൽ നിനക്ക് അവിടെ നിൽക്കാം, അപ്പോൾ നിനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് പോരും ചെയ്യാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പറയും, അതെ എന്നെ കൊണ്ട് ഒഴിവാക്കിക്കോട്ടെ, എനിക്ക് തരാളത് തന്നിട്ട് അവരെന്നെ കൊണ്ട് ഒഴിവാക്കിക്കോട്ടെ, എന്നാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ്. ശരി മോളെ പറഞ്ഞിട്ട് വീണ് വയ്ക്കുക, പറ്റിയ തന്തിയും തള്ളിയും മകളും അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഫോൺ വെച്ച് അത് കഴിഞ്ഞ് ആകെ സങ്കടം വന്നിട്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. എവിടെയാണെന്നൊരു വിവരവും ഇല്ല. എൻ്റെ അനിയുടെ ഒരു ഇതും അറിയാഞ്ഞിട്ട് നന്ദുവും ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇവരുടെ വീടാണ്. അവിടെ വീട്ടിൽ ഗോപാലനും നമ്മളുടെ നന്ദുവിൻ്റെ അമ്മയും അച്ഛനും കനകയും
പിന്നെ ഗോവിന്ദനും അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് എന്താ മോളെ കാണാത്തത്, കുറേ നേരമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും, നീ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്, അവൾ SI ജോലി ചെയ്യേണ്ടതല്ലേ, അപ്പോൾ വീട്ടിൽ വന്നാൽ തന്നെയും ചില കേസ് വല്ലതും വന്നവർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അറിയുമ്പോഴേക്കും നന്ദു കൊണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ നന്ദു വന്നിട്ട് ചെല്ലുകയാണ്. അപ്പോൾ പോലീസുകാരങ്ങൾക്ക് ഇങ്ങനെ പെരും മഴയും കുട പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ സ്റ്റെപ്സ് കയറിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്ര വൈകിയത് വയ്ക്കും. അപ്പോൾ അച്ഛാ അനിയനെ കാണാനല്ല, അനിയൻ മിസ്സിങ് ആണ്. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ വന്ന് വീട്ടിൽ അവിടെ സ്റ്റേഷനിൽ വന്നപ്പോൾ അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയതും സംസാരിച്ചതും. അതിന് ശേഷം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പറഞ്ഞിട്ട് ഏട്ടനൊക്കെ വിളിച്ചിരുന്നു, അത് ചേട്ടനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിവരമില്ല അവനെ കുറിച്ചിട്ട് ഇതിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും വല്ലാത്തൊരു കഷ്ടമായല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയും വല്ലാത്തൊരു സങ്കടം, അത് ആ കുട്ടിക്കാണെങ്കിൽ മനസ്സിൽ തീരെ കട്ടിയില്ലാത്ത ഒരാളാണ്, ഇനി എന്താ പറ്റിയെന്നും അറിയുന്നില്ല അറിയും. അപ്പോൾ സൈബർ സെല്ലിലൊക്കെ വിളിച്ചു, എവിടെ നിന്നും ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ ആകെ പേടിയാവും ചെയ്യണ്, അമ്മ എന്നെ തല്ലിയ ആ ദേഷ്യം മുഴുവൻ ഞാൻ അനിയോട് തീർത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും അവനോട് മോശമായിട്ട് തന്നെ പെരുമാറിയത്, അവൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ വിഷമം ഒരിക്കലും മറക്കാൻ പോവില്ല എൻ്റെ മനസ്സെന്ന് എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളങ്ങനെയായിട്ട് പോവുക. അപ്പോൾ പിന്നെ ഗോവിന്ദൻ എന്നിട്ട് കനകയെ ചീത്തറിയുക, നീ എന്ത് കാര്യത്തിനാണ് മോളെ തല്ലിയത്, ആ ദേഷ്യം മുഴുവൻ അനിയോട് തീർത്തിട്ടുണ്ടാവില്ലേ ഇപ്പോൾ എന്നൊക്കെ പറയുക. അപ്പോൾ ഗോവിന്ദേട്ടാ എനിക്കാകെ പേടിയാവാണ്, കാരണം അവസാനം ആ ജോത്സ്യൻ പറഞ്ഞാൽ അങ്ങോട്ട് എത്തുന്ന തോന്നുന്നത്, കാരണം മോള് സ്നേഹിച്ച ആളെ തന്നെ മോള് കല്യാണം കഴിക്കുന്നതാണ് പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയണ ഗോവിന്ദൻ. എനിക്ക് അറിയില്ല എന്തായി തീരും എന്തോന്നറിയില്ല. അനാമിക കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരെല്ലാവരും കൂടെ നന്ദുവിനെ തന്നെ കല്യാണം കഴിക്കാൻ അവനോട് നിർബന്ധിക്കേണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ടെൻഷനിലും ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെയും ജാനകി വിളിച്ച് നോക്കുകയാണ്, എന്താണ് അനീനെ വിളിക്കുകയാണ്. അനീനെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അനാമിക റൂമിലിരുന്നിട്ട് അവളുടെ കാമുകനെ വിളിക്കുകയാണ്, എടാ നാളെ പുതിയൊരു സിനിമ ഇറങ്ങാൻ നമുക്ക് പോയി കാണാം, സിനിമയല്ലേ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ പോരപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മുടെ ജീവിതം സെറ്റാക്കാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ജാനകി അങ്ങോട്ട് വരികയാണ്. ജാനകി അങ്ങോട്ട് വന്നിട്ട് മോളെ എന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നീ വെച്ചോ അമ്മയമ്മ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അവൾ. അപ്പോഴേക്കും ആരാ അനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മയാണ്, അമ്മോട് സംസാരിച്ചതാണ് പറയും. അനിയനോട് സംസാരിക്കുക, അനിയൻ എന്നെ വിളിക്കാറില്ല, ഞാനും വിളിച്ചിട്ടില്ല പറയും. ഞാൻ വിളിച്ചാൽ തന്നെ അവൻ ഫോൺ എടുക്കില്ല, പിന്നെ ഞാനെന്തിനാണ് വിളിക്കാൻ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു വിവരമില്ല മോളെ എന്നൊക്കെ പറയാണ്. അവളെ കൂടെ ഉണ്ടാവും, നന്ദുവിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇല്ല നന്ദുവിൻ്റെ കൂടെയൊന്നുമില്ല, എവിടെ പോയതെന്നൊരു വിവരമില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അങ്ങനെ ജാനകി അങ്ങോട്ട് പോകും. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പോയി തൊലഞ്ഞിട്ടെങ്കിൽ അത്രയും നല്ലതെന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് അജയനെ വിളിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും മാറി മാറി വിളിക്കുകയാണ്. എല്ലാവരും മാറി മാറി വിളിക്കുന്ന സമയത്ത് ഒരു വിവരവും കിട്ടുന്നില്ല, എവിടെയാണ് എന്താണെന്ന് അറിയില്ല. അവൻ്റെ ജീവിതം പോയി, അവൻ്റെ ജീവിതം എല്ലാവരും കൂടെ നശിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയപ്പോൾ അവൻ്റെ ജീവിതം എല്ലാവരും കൂടി അല്ല നശിപ്പിച്ചു, അവൻ തന്നെയാണ്, അവനാണ് ഇതിനൊക്കെ ഇതാക്കിയത്. പിന്നെ അവസാന നിമിഷം നയനമോളത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ കല്യാണം പിന്നെ നടക്കാതിരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയും അതിപ്പോഴും ഞാനത് തന്നെയാണ് പറയുക ചെറിയച്ഛ, ഒരിക്കലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഞങ്ങൾക്ക് ആഗ്രഹമല്ല, ഇപ്പോഴും ഞങ്ങളത് തന്നെയാണ് പറയുന്നത് എന്ന് പറയും. അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദേവയാനിയും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവന് നല്ലൊരു കുട്ടിയായിരുന്നു, അവനിങ്ങനൊരു ഗതി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പരസ്പരം ഇതാക്കുകയാണ്. അപ്പോൾ ആദർശ് ഞാൻ നന്ദുവിനെ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ, വല്ല വിവരം കിട്ടുമെന്ന് അറിയണമല്ലോ എന്നിട്ട് നന്ദുവിനെ പിന്നെ വിളിക്കും. അപ്പോൾ നന്ദു അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ എന്താ ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ്. ആദർശിൻ്റെ കോൾ വരുമ്പോൾ മോളെ വല്ല വിവരം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഒരു വിവരം കിട്ടിയില്ല, എന്തായി തീരുമെന്ന് അറിയില്ല, പിന്നെ എവിടെ പോയി ഒരു ഐഡിയ ഇല്ല, ആരും വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ സൈബർ സെല്ലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേ പേരോടൊക്കെ അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ട്, ആദർശേട്ടാ വല്ല വിവരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ. അപ്പോൾ പറയാം അവൾക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ദേവയാനിയും പറയും വല്ലാത്തൊരു കഷ്ടമായി പോയി, അവൻ നല്ലൊരു കുട്ടിയാണ്, അവന് പക്ഷേ അവൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടൊരു പെണ്ണാണല്ലോ വന്ന് കയറിയത് എന്നൊക്കെ അങ്ങനെ പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും സങ്കടം പറയണമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവള് അനാമിക വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛനോട് ഒന്ന് അന്വേഷിക്കണം, ഒരു പക്ഷേ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവനും കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും, ഒന്ന് അന്വേഷിക്കണമൊക്കെ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ രേവതി റൂമിലൊരു ബെഡൊക്കെ നേരെ കുടഞ്ഞു വിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും വേണു അങ്ങോട്ട് വന്നിട്ട് പറയും മോള് വിളിച്ചിരുന്നു എന്ന് പറയും. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുകയാണ്. അല്ല ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, പിന്നെ അവളുടെ നന്ദുവിൻ്റെ വീട്ടിലെങ്ങാനും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അല്ലല്ലോ എതിർപ്പുള്ള, അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവിടെ പോയിരിക്കുന്നുണ്ടാവും എന്ന് പറയും. അങ്ങനെയൊന്നും പോകണ്ടാവില്ല, പറയാൻ പറ്റില്ല രേവതി, എന്നോട് എന്തായാലും ഒന്ന് കറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ നീ വരുന്ന വയ്ക്കും. ഞാനില്ല, നിങ്ങൾ പോയിട്ട് പോകാമെന്നറിയാം. അപ്പോൾ പറയും ശരി, ഒരു കാര്യം ഞാൻ പറയാം, പോകുന്നതൊക്കെ കൊള്ളാം, എൻ്റെ അടുത്ത് അടി മേടിച്ചിട്ട് ഇങ്ങോട്ട് വരരുത് അറിയും. അപ്പോൾ വീട് ഇങ്ങനെ നോക്കണം. അല്ല നന്ദുവിൻ്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തുനിന്നേ അവർ മുന്നിൽ നിന്ന് പോയി ചാടേണ്ട, വിടുവായത്രം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് അടിയും കിട്ടിക്കൊണ്ട് വരുന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണുവിനെ യാത്രയ്ക്ക് എന്താണ് ഇന്നത്തെ പത്തരമാറ്റിലെ കഥ. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇത് അറിഞ്ഞിട്ടില്ല, ഇവൻ്റെ മിസ്സിങ്. എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയി എന്നും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളുടെ പത്തരമാറ്റിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുക്ക് ലൈക്കൊക്കെ തന്ന് നമ്മളെ സഹായിക്കുക. പിന്നെ വളരെ ഇതായിട്ടാണ് പറഞ്ഞ കഥ, ചില മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഡയലോഗുകളൊന്നും മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുമില്ല, ഒരേ തന്നെയാണ്, ഒരേ കാര്യം പലരും പല രീതിയിൽ സംസാരിക്കുന്നു അത്ര. അത് അനിയുടെ മിസ്സിങ്ങാണ്. അതിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ ഈ മിസ്സിങ് കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.